ഓ മൈ ഗോഡ്, ഡെലിവറിക്ക് എപ്പിഡൂറൽ എടുക്കാനോ? പിന്നെ നിങ്ങൾ പഴയതുപോലെ നിങ്ങൾക്ക് നടക്കാനേ സാധിക്കില്ല. പിന്നെ ബാക്ക് പെയിൻ്റെ കാര്യം പറയേ വേണ്ട, സിവിയർ ബാക്ക് പെയിൻ ആയിരിക്കും. ലോങ് ടേമിൽ ജീവിതകാലം ഫുൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആ ഫുൾ പെയിൻ സഹിച്ചു വേണം നിങ്ങൾ ഡെലിവറി ചെയ്യാനായിട്ട്. ഇതായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. യെസ്, ഞാൻ ഇത് തന്നെയാണ് ഗൈസ് കേട്ടത്. കാരണം ഒരിക്കലും ബാക്ക് പെയിൻ മാറില്ല, എപ്പിഡൂറൽ എടുത്തതിൻ്റെ അത് മാറത്തേ ഇല്ല. അപ്പോൾ എപ്പിഡൂറൽ എടുക്കേ വേണ്ട, അവർ ചോദിച്ചത് വേണ്ട, വേദന സഹിക്കുക അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ലാസ്റ്റ് മന്ത് വരെ ഞാൻ എപ്പിഡൂറലിനെതിരായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്റ്റഡി നടത്തി, റിസർച്ച് വരെ വേണമെങ്കിൽ നടത്തി എന്ന് പറയാം ഗൈസ്. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഒരു സയൻറ്റിഫിക് സ്റ്റഡിയും പറയുന്നില്ല നമ്മുടെ എപ്പിഡൂറൽ എടുത്തത് കൊണ്ട് നമുക്കൊരു ലോങ് ടേം ബാക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരു സ്റ്റഡിയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തത് ഇപ്പോഴും ഞാൻ പറയട്ടെ, എനിക്കൊരു ബെറ്റർ ചോയ്സ് ആയിട്ട് തന്നെ തോന്നി. കാരണം അത്ര എന്തായാലും നമ്മൾ പെയിൻ സഹിക്കണം. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഫുൾ പെയിൻ സഹിക്കാതെ അതിൻ്റെ ഒരു കാഠിന്യം കുറച്ച് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്നോട് കുറേ പേര് അവരുടെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തവർ കൂടുതലും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഡെലിവറി എന്ന് പറയുന്നത് അവർക്കൊരു ട്രോമയായിരുന്നു. എങ്ങനെയും ആ ഒരു ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതിയായിരുന്നു എന്നൊക്കെ. കാരണം അത്രയ്ക്കും ട്രോമയാവാൻ കാരണം അത്രയും പെയിൻ അവർ സഹിച്ചത് കൊണ്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ നല്ല രീതിയിൽ പെയിൻ എനിക്ക് അനുഭവപ്പെട്ടതിന് ശേഷം ഞാൻ എപ്പിഡൂറിൽ എടുത്ത ആ ഒരു മൊമെന്റ് മുതൽ ആ പെയിൻ എങ്ങനെയാണ് മാറിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ 100% മാറുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം 100% മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെലിവറി നടക്കില്ല. അപ്പൊ ഡെലിവറി സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായാലും നമുക്കൊരു പെയിൻ ഉണ്ടായിരിക്കണം, പെയിൻ അറിയാൻ പറ്റണം നമ്മൾക്ക്. അതെനിക്ക് മനസ്സിലായി ഫുൾ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എപ്പിഡൂറൽ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ബാക്ക് പെയിൻ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഡെലിവറി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, സ്ട്രെയിൻ, നമ്മുടെ മസിൽ സ്ട്രെയിൻസ്, പിന്നെ ആഫ്റ്റർ ഡെലിവറി നമ്മൾ കുഞ്ഞിനെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെയിനും കാര്യങ്ങളും നമ്മളുടെ ഫുൾ ലൈഫ് സ്റ്റൈൽ വരെ നമ്മളുടെ ബാക്ക് പെയിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ എപ്പിഡൂറിൽ എടുക്കാത്ത ഡെലിവറി കഴിഞ്ഞവർക്കും ബാക്ക് പെയിൻ ഉണ്ട്. അവർക്ക് എങ്ങനെ വന്നു ബാക്ക് പെയിൻ? അതും നമ്മൾ ചിന്തിക്കണം. അപ്പം ബാക്കിയുള്ളവർ പറയുന്നത് മാത്രമല്ല, നമ്മൾ നമ്മളുടെ ഡോക്ടറിനെ കൺസൾട്ടേഷൻ നടത്തുന്ന സമയത്ത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് കുറച്ച് പെയിൻ കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം പ്രസവിക്കുന്നത് നമ്മളാണ് ഗൈസ്, നമ്മളുടെ ചോയ്സാണ്. വേദന എടുക്കണോ, വേദന കുറയ്ക്കണോ, വേദന മാറ്റണോ, ഫുൾ വേദനയിൽ പ്രസവിക്കണോ എന്നൊക്കെ ഉള്ളത്. അല്ലാതെ ബാക്കിയുള്ളവരല്ല. ബാക്കിയുള്ളവർ വന്ന് പറയും അവർ 1 പ്രസവിച്ചു 2 പ്രസവിച്ചു എന്നൊക്കെ. അതല്ല നമ്മൾ കേൾക്കേണ്ടത്, കേട്ടോ. അപ്പം എപ്പിഡ്യൂറലിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക ഗൈസ്. ടാറ്റ, ബൈ ബൈ.